കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇങ്ങെത്താറായി. ആദ്യ ചടങ്ങായ ദൈവത്തെ കാണൽ മണത്തണ വാകയാട് പൊടിക്കളത്തിൽ നടന്നു. വൈശാഖ മഹോത്സവ ചടങ്ങുകൾ വിഘ്നം കൂടാതെ പൂർത്തിയാക്കാൻ മലദൈവങ്ങളുടെ അനുഗ്രഹം തേടുന്ന ചടങ്ങാണ് ദൈവത്തെ കാണൽ. മണത്തണ വാകയാട് പൊടിക്കളത്തിൽ ഒറ്റപ്പിലാൻ സ്ഥാനികൻ വിളക്ക് തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഒമ്പത് സങ്കല്പത്തിൽ നറുക്കില വെച്ച് കള്ളും അവിലും തേങ്ങാപ്പൂളും നിവേദിച്ചു. ഒറ്റപ്പിലാൻ വിളിച്ചു ചൊല്ലി: എല്ലാവർക്കും തായും തണലും എത്രയാണ് നോക്കും, യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ പൊതുക്കുള്ള 28 നാളും തേച്ചിട്ടുണ്ട്. തയ്ച്ചെന്ന് വെള്ളി വീണ്ടും വെടിച്ചറും അർത്ഥം വരച്ചാൽ അങ്ങനെ വീണ്ടും കടന്നു അറിയാൻ പ്രകാരം. തുടർന്ന് സ്ഥാനികർക്ക് നിവേദ്യം പ്രസാദമായി നൽകി. ഒറ്റപ്പിലാൻ്റെയും കാടൻ സ്ഥാനികരുടെയും നേതൃത്വത്തിലാണ് ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നത്. കാരണവർ മനങ്ങാടൻ കേളപ്പൻ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ കാടൻ ധാരപ്പൻ, ബാബു, രമേശൻ, രവി എന്നിവർ സഹകാർമ്മികരായി. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, പാരമ്പര്യ ട്രസ്റ്റി ആക്കൽ ദാമോദരൻ നായർ, പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ, ചോടത്ത് ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈശാഖ മഹോത്സവത്തിൻ്റെ നാളുകൾ കുറിക്കുന്ന പ്രക്കൂഴം ചടങ്ങുകൾ ശനിയാഴ്ച ഇക്കരെ കൊട്ടിയൂരിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,